അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന മൊഡ്യൂളിൽ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. സോ ഈ രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സും കംപ്ലീറ്റ് റെക്കോർഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ്. അതായത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത റെക്കോർഡ്സും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പരിശോധിക്കുന്നത്. ഓക്കെ, സോ നമുക്കതിലേക്ക് കിടക്കാം. So differences between accounts from incomplete records and double entry system. Double entry system എന്ന് പറയുന്നതാണ് completed record. ഓക്കെ, അപ്പം കംപ്ലീറ്റഡ് ബുക്സിനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. കംപ്ലീറ്റ് ചെയ്യാത്തതിനെ വിളിക്കുന്ന ഒരു വിളിപ്പേരാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഡബിൾ എൻട്രിയുടെ നേർ പകുതി ഒന്നുമല്ല സിംഗിൾ എൻട്രി എന്ന് വിളിക്കുന്നത്. സിംഗിൾ എൻട്രി ഇൻ ദ സെൻസ് കംപ്ലീറ്റ് അല്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എന്തൊക്കെയാണ് ഡിഫറൻസ് നോക്കാം. ആദ്യം തന്നെ മീനിങ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡിന്റെ മീനിങ് എന്താ? ഇറ്റ് ഈസ് ഇൻകംപ്ലീറ്റ്, അൺസയന്റിഫിക് ആൻഡ് അൺസിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് കീപ്പിംഗ് ബുക്സ് എന്നാണ്. ഓക്കെ ആണല്ലോ. കംപ്ലീറ്റ് ആയിരിക്കത്തില്ല, സിസ്റ്റമാറ്റിക് ആയിരിക്കത്തില്ല, സയന്റിഫിക് ആയിട്ട് യാതൊന്നും അതിനകത്ത് കാണത്തില്ല, വെറുതെ എന്തൊക്കെയോ കുത്തി കുറിച്ച് വെക്കുന്നു. അതാണ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. പക്ഷെ ഡബിൾ എൻട്രി സിസ്റ്റം അങ്ങനല്ല. നമ്മൾ പഠിച്ച പോലെ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. നെക്സ്റ്റ് ഈസ് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ ഈ ഡ്യുവൽ ആസ്പെക്റ്റ് ഒന്നും ഇല്ല. ഒരെണ്ണം വരുമ്പോൾ ഗിവിങ് ആസ്പെക്റ്റ്, റിസീവിങ് ആസ്പെക്റ്റ്, ഡെബിറ്റ്, ക്രെഡിറ്റ്, അങ്ങനെ ഒന്നും ഇല്ല. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ ഡ്യുവൽ ആസ്പെക്റ്റ് ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. പക്ഷെ ഡബിൾ എൻട്രി സിസ്റ്റം ആകുമ്പോൾ കൃത്യമായിട്ട് ഡ്യുവൽ ആസ്പെക്റ്റ്, എല്ലാ ട്രാൻസാക്ഷൻ്റെയും രണ്ട് ആസ്പെക്റ്റും ഡെബിറ്റും ക്രെഡിറ്റും അവിടെ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തത് ട്രയൽ ബാലൻസ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യില്ല. പക്ഷേ കംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റം ആകുമ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. നാലാമത്തത് ആക്യുറസി ചെക്കിംഗ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നമുക്ക് ആക്യുറസി ചെക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതിനകത്ത് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിൽ തന്നെ വലിയ കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ അരിത്തമെറ്റിക്കൽ ആക്യുറസി പരിശോധിക്കാൻ പറ്റില്ല. പക്ഷേ ഡബിൾ എൻട്രി സിസ്റ്റത്തിന്റെ കേസിലോ ട്രയൽ ബാലൻസ് ടാലി ആകുന്നില്ലെങ്കിൽ, ബാലൻസ് ഷീറ്റ് ടാലി ആകുന്നില്ലെങ്കിൽ അവിടെ എല്ലാം നമുക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പ്രോഫിറ്റ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിന്റെ കേസിൽ ഒരു എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ആണ്. അത് കറക്റ്റ് പ്രോഫിറ്റ് ആയിരിക്കണമെന്നില്ല. പക്ഷേ ഡബിൾ എൻട്രി സിസ്റ്റം കീപ്പ് ചെയ്താൽ ആക്ച്വൽ പ്രോഫിറ്റ് തന്നെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാവുന്നത്. അതിന് ഇൻകംപ്ലീറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ഇല്ല. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാവില്ല. പക്ഷേ ഡബിൾ എൻട്രി സിസ്റ്റം ആണെങ്കിൽ നമ്മളവിടെ എന്ത് പ്രിപ്പയർ ചെയ്യും? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് സ്യൂട്ടബിലിറ്റി. ആർക്കാണത് സ്യൂട്ട് ആകുന്നത്? ഇൻകംപ്ലീറ്റ് സിസ്റ്റം ആണെങ്കിൽ ചെറിയ സ്ഥാപനങ്ങൾ, ഒരു സോൾ ട്രേഡറോ അല്ലെങ്കിൽ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പിനോ ട്രാൻസാക്ഷൻ കുറവുള്ളിടത്ത് ഇൻകംപ്ലീറ്റ് സിസ്റ്റം സ്യൂട്ടബിൾ ആകും. പക്ഷേ ഡബിൾ എൻട്രി സിസ്റ്റം നിങ്ങളെ മനസ്സിൽ വന്ന ആൻസർ ട്രാൻസാക്ഷൻ ഒരുപാടുള്ളതെന്നല്ലേ? അതങ്ങനല്ല. ഡബിൾ എൻട്രി സിസ്റ്റം ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ട്രാൻസാക്ഷൻ കുറഞ്ഞാലും കൂടിയാലും ആർക്ക് വേണമെങ്കിലും ഡബിൾ എൻട്രി സിസ്റ്റം ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സിംഗിൾ എൻട്രി സിസ്റ്റം ട്രാൻസാക്ഷൻസ് വളരെ കുറവുള്ളവർക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, വേണമെങ്കിൽ. നമ്മൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല. ഡബിൾ എൻട്രി സിസ്റ്റം എല്ലാവർക്കും ഫോളോ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. നെക്സ്റ്റ് അക്സെപ്റ്റബിലിറ്റി. ഇൻകംപ്ലീറ്റ് സിസ്റ്റം ആണെങ്കിൽ ഗവൺമെന്റോ ബാങ്കോ ടാക്സ് അതോറിറ്റിയോ ആരും തന്നെ ആ ബുക്സ് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ സിംഗിൾ എൻട്രിക്ക് പകരം ഡബിൾ എൻട്രി സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഗവൺമെന്റും ബാങ്കും ടാക്സ് അതോറിറ്റിയും എല്ലാം അവരുടെ ആ ബുക്ക് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റവും സിംഗിൾ എൻട്രി സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇൻഫാക്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണും, ഈ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഒട്ടും തന്നെ സയന്റിഫിക് അല്ല. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. സോ നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ ജോലി എന്തായിരിക്കും? അൺസിസ്റ്റമാറ്റിക് ആയിട്ടും അൺസയന്റിഫിക് ആയിട്ടും ഇൻകംപ്ലീറ്റ് ആയിട്ടുമുള്ള കാര്യത്തിനെ കംപ്ലീറ്റും സിസ്റ്റമാറ്റിക്കും സയന്റിഫിക്കുമാക്കി മാറ്റണം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻകംപ്ലീറ്റ്, അൺസിസ്റ്റമാറ്റിക്, അൺസയന്റിഫിക് ഡേറ്റ ആയിരിക്കും. നമ്മളതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണം? യു ഷുഡ് കൺവേർട്ട് ഇൻകംപ്ലീറ്റ് ഇൻറ്റു കംപ്ലീറ്റ്,
അൺസയൻറ്റിഫിക് ഇൻറ്റു സയൻറ്റിഫിക്, അൺസിസ്റ്റമാറ്റിക് ഇൻറ്റു സിസ്റ്റമാറ്റിക് മാനർ, അങ്ങനെ മാറ്റി കൊടുക്കണം. അതാണ് നമ്മുടെ ജോലി. അതിനുവേണ്ടിയാണ് നമ്മൾ അക്കൗണ്ടിങ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ അതിലേക്കാണ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കിടക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ ഇൻകംപ്ലീറ്റിനെ കംപ്ലീറ്റിലേക്ക് കൺവെർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിനി പ്രാക്ടിക്കൽ സൈഡ് കണക്കൊക്കെ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ തൊട്ടടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം.